വെൽക്കം ടു ഷിഹാമോൻ ടക്കീസ്. ഇന്ന് ഓഫീസൊന്നുമില്ലായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഭയങ്കര മഴയും വെള്ളമൊക്കെ ആയതുകൊണ്ട് ഇന്ന് ലീവാണ്. അപ്പം ഞങ്ങൾ ജസ്റ്റ് ഒരു വാക്കിങ്ങിന് പോയിട്ട് ഞങ്ങൾക്ക് വീട്ടിലേക്കുള്ള കുറച്ച് ഗ്രോസറി ഐറ്റംസ് മേടിക്കണമായിരുന്നു. അങ്ങനെ ഞങ്ങൾ അടുത്തുള്ള ഹൈപ്പർ മാർക്കറ്റിൽ നടന്നു പോകാമെന്ന് വെച്ചു. കാരണം വണ്ടി എടുത്തിട്ട് നെസ്റ്റോ, ലുലു, കാരിഫോർ ആ ഭാഗത്തേക്കൊന്നും പോകാൻ പറ്റില്ല. കാരണം അവിടെ എല്ലാം വെള്ളം കൊണ്ട് നിൽക്കുവാണ്. അവർ ടാങ്കർ വന്നിട്ട് വെള്ളം ഡ്രെയിൻ ചെയ്യുന്നേ ഉള്ളൂ. അപ്പം ഞങ്ങൾ കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ചിക്കനും എല്ലാം ഞങ്ങളുടെ തീർന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്കൊരു 1 കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ അടുത്തൊരു ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട്. ജസ്റ്റ് അങ്ങനെ നടന്നു പോയത്. അപ്പം മഴയൊന്നും ഇല്ലായിരുന്നു. തിരിച്ച് സാധനമൊക്കെ വാങ്ങിച്ചു വന്നപ്പോൾ ഭയങ്കര മഴയും വെള്ളമൊക്കെ. അങ്ങനെ അവിടുന്ന് അവസാനം കുട വാങ്ങിച്ച് ആ കുട എടുത്ത് പോയി അവിടെ പോയി വണ്ടി എടുത്ത് വന്ന് തിരിച്ച് സാധനം എന്നെയും പിക്ക് ചെയ്തു. അങ്ങനെയൊക്കെ ഞങ്ങൾ പോയത്. ഇനി ഞങ്ങളൊരു മെക്രോണി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. മസാല മെക്രോണി, പിന്നെ ഒരു മാംഗോ ജ്യൂസും. മാംഗോ ഒക്കെ കട്ട് ചെയ്തൊന്ന് പോയി. ഇനി നമ്മൾ മാക്രോണി ഉണ്ടാക്കണം. സിമ്പിളായിട്ടുള്ള മാക്രോണി റെസിപ്പിയാണിത്. അതിന് നമുക്ക് ഉള്ളി, തക്കാളി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ മസാല പൗഡേഴ്സ് കാര്യങ്ങൾ മാത്രം മതി. അതെല്ലാം ഇങ്ങനെ കുനുകുനായിട്ട് ചോപ്പ് ചെയ്യുക. ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്താലും മതി, അല്ല നമുക്ക് നൈഫ് വെച്ചിട്ട് കട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും കട്ട് ചെയ്യാം. എന്നിട്ട് അതെല്ലാം കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമ്മൾ മെയിനായിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് ഓയിൽ ഉപ്പും ഇട്ടിട്ട് മാക്രോണി ഒന്ന് വേവിച്ചെടുക്കണം. ഒരു 85% അതൊന്ന് ബോയിലായാൽ മതി. എന്നിട്ട് നമുക്ക് അതിനെടുത്തിട്ട് ഈ മസാല ഉണ്ടാക്കിയിട്ട് അതിലേക്ക് മിക്സ് ചെയ്യാണ് ചെയ്യാം. ഈ മാഗി മസാല അല്ലെങ്കിൽ മാഗി സ്റ്റോക്ക് ഉണ്ടല്ലോ, ചിക്കൻ സ്റ്റോക്കൊക്കെ, അതൊക്കെ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാകും. പിന്നെ ഇതിലേക്ക് വേണമെങ്കിൽ എഗ്ഗ്, ചിക്കന്, പ്രോൺസ് അങ്ങനെ എന്തെങ്കിലും ഇടാം. ഞാൻ ഇവിടെ ഒന്നും ഇട്ടിട്ടില്ല. നമ്മൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ചിക്കൻ മസാല, ടൊമാറ്റോ സോസ്, സോയ സോസ് ഇത്ര ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് സോട്ട് ചെയ്യാം. സോയാ സോസ് കുറച്ച് ഇട്ടാൽ മതി. എന്നിട്ട് ഞാൻ എനിക്ക് ഇപ്പി വാങ്ങിച്ചപ്പോൾ അതിൽ ഇച്ചിരി മസാല പൗഡർ ബാക്കി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഇപ്പി മസാല ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നന്നായിട്ട് അത് ഈ മാക്രോണിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ജസ്റ്റ് ഒന്നിങ്ങനെ എണ്ണ തെളിയുന്ന പോലെ ഉണ്ടാകും. അതുവരെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ സെർവിങ് ബൗളിലേക്ക് മാറ്റും. ഇത്രയുള്ള വളരെ സിമ്പിളായിട്ട് നമുക്കൊരു 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് മാക്രോണി. ഈവനിങ് സ്നാക്കായിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഡിന്നറായിട്ടോ കഴിക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. അതിൻ്റെ കൂടെ നമ്മുടെ സൺഫ്ലവർ സീഡ് കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാനത് ഇക്കാവ് കൊണ്ട് കൊടുത്തു. ഇക്ക വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ അത് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ട്, സൂപ്പറാന്ന് പറഞ്ഞു. പിന്നെ മാംഗോ ജ്യൂസ് അപ്പോഴാണ് ഓർമ്മ വന്നത്. അപ്പോൾ ഇക്കത് പോയി എടുത്തുകൊണ്ട് വന്ന് അങ്ങനെ ഞങ്ങൾ മാംഗോ ജ്യൂസും പിന്നെ മസാല മാക്രോണിയും കൂടെ കഴിച്ച് ഇന്നത്തെ ഡിന്നർ അങ്ങനെ ക്ലോസ് ചെയ്ത് കിടന്നു തുടങ്ങി. ബൈ.